കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മലയാളം പഠിക്കാം. മലയാളത്തിൽ 51 അക്ഷരങ്ങളാണുള്ളത്. ആ 51 അക്ഷരങ്ങളെ സ്വരാക്ഷരങ്ങളെന്നും വ്യഞ്ജനാക്ഷരങ്ങളെന്നും വേർതിരിച്ചെഴുതുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, എങ്ങനെയാണ് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും നമ്മൾ വേർതിരിച്ച് പറയുന്നത് എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് മലയാളത്തിൽ ആ തൊട്ട് ഹ വരെയുള്ള, അതായത് അ ആ ഇ ഈ ഉ ഊ ഋ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ നമുക്ക് ഒരു സ്വരത്തിന്റെയും സഹായമില്ലാതെ തന്നെ നമുക്ക് സ്വതന്ത്രമായിട്ട് ഉച്ചരിക്കാൻ പറ്റുന്ന അക്ഷരങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ സ്വരാക്ഷരങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് വരുന്ന ക മുതൽ റ വരെ, അതായത് കക്ക ഗംഗ ചാച്ച ജഞ്ചന എന്ന് പറയുന്ന നമ്മുടെ റ വരെയുള്ള അക്ഷരങ്ങൾ ഏതെങ്കിലും ഒരു സ്വരത്തിന്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ഉച്ചരിക്കാൻ കഴിയുകയുള്ളൂ. എങ്ങനെയാണെന്ന് നോക്കിയാലോ. നോക്കിയേ, ക എന്നൊരു അക്ഷരം നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ക എന്ന് പറയുമ്പോൾ ശരിക്കും ക പ്ലസ് ആയാണ് ക എന്ന് പറയുന്നത്. ക ആണ് ശരിക്കും നമ്മൾ ഫോണറ്റിക്സ് ഒക്കെ പഠിക്കില്ലേ ഇംഗ്ലീഷിൽ, അതേപോലെ തന്നെയാണ് ക എന്നൊരു അക്ഷരം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് ആയുടെ സഹായത്തോടെ, അതായത് ആ എന്ന സ്വരാക്ഷരത്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക എന്ന അക്ഷരം പറയുന്നത്. ക പ്ലസ് ആയാണ് ക. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചിഹ്നങ്ങളൊന്നും എഴുതുന്നില്ല. ഇതേപോലെ നമ്മൾ ഇനി അടുത്തതായിട്ട് വരുമ്പോൾ, അത് ആ ഈ മുതൽ ഇനി അങ്ങോട്ട് നമ്മൾ വരുമ്പം അവിടെ ചിഹ്നങ്ങൾ നമ്മൾ ചേർക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. നോക്കൂ, ക പ്ലസ് ആയാണ് ക, പക്ഷെ അവിടെ നമുക്ക് കാക്ക് കൂടെ എന്ത് ചേർക്കുന്നില്ല, ഒരു ചിഹ്നവും നമ്മൾ ചേർക്കുന്നില്ല. ഇനി നെക്സ്റ്റ് സൗണ്ട് വെച്ചിട്ട്, അതായത് ആ തൊട്ട് നമ്മൾ വരുമ്പം ആണ് എന്ത് ചെയ്യുന്നത്, സിമ്പൽ നമ്മൾ ചേർക്കുന്നത്. പ്ലസ് ആയാണ് എന്ത്, ക. അപ്പൊ കണ്ടേ, ക എഴുതിയിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്തു, ആ ആകാരം. എന്താണ്, ആകാരം. ദെൻ ഈ വരുമ്പോഴോ ക പ്ലസ് ഇ കി. അവിടെ എന്ത് ചെയ്തു നമ്മള്, ക കഴിഞ്ഞിട്ട് ഇകാരം, ഇകാരം. ഇതേപോലെ നമ്മള് ഹ വരെ, ഹ എന്ന് പറയുമ്പോൾ അവിടെ അവസാനം നമ്മൾ ചേർക്കുന്നത് എങ്ങനെയാ ഹ എഴുതുന്നത്, ഇങ്ങനെ രണ്ട് സിമ്പിൾ ഇടുന്നുണ്ട് അല്ലെ. ഇതിനെ പറയുന്ന പേര് വിസർഗം എന്നാണ്. അപ്പൊ അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ഈ അവസാനത്തെ ഹ വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇനി നമ്മൾ അക്ഷരത്തിന്റെ കൂടെ ചിഹ്നം ചേർക്കുന്നുണ്ട്. ആകാരം, ഇകാരം, അങ്ങനെ പറഞ്ഞ് ഹ വരെ വിസർഗം വരെയാണ് നമ്മൾ എഴുതുന്നത്. ഇതേപോലെ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളിലെ ക തൊട്ട് റ വരെയുള്ള അക്ഷരങ്ങളിലെല്ലാം തന്നെ നമ്മൾ എന്ത് ചേർത്തിട്ടാണ്, സ്വരങ്ങളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ മലയാളം അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്നത്. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടി ഹെൽസ്മാൻ ലേണിംഗ് അക്കാഡമിയുടെ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ മലയാളം ഇൻട്രസ്റ്റ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക.